നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ധാരാളം സ്റ്റുഡൻസിന്റെ ചോദ്യമാണെന്ന്. സോ അതെ, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏതാണ് ചെയ്യേണ്ടത്, ഏത് കോഴ്സ് എടുക്കണം, പുറത്തേക്ക് പോയി പഠിക്കാൻ ആഗ്രഹമുണ്ട്, അത് ഏത് കൺട്രി ചൂസ് ചെയ്യണം, എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, അങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിന്റെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പറയുന്നത് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ്. ജർമ്മനിയിൽ നമുക്ക് പ്ലസ് ടു ക്വാളിഫിക്കേഷനിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. നമുക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, സയൻസ് ആവട്ടെ, ഏതെടുത്ത കുട്ടിക്കും പ്ലസ് ടുവിൽ ഒരു 60% മാർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ചെയ്യാൻ അവസരമുണ്ട്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ളത് ജർമ്മൻ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാമാണ്. നമുക്ക് മന്ത്ലി പഠിക്കുന്ന സമയത്ത് 1 lakh സ്റ്റൈപ്പൻഡോട് കൂടിയിട്ട് ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു ജർമ്മനിയിൽ സെറ്റിൽഡ് ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്ക് ഏറ്റവും നല്ല ഓപ്ഷനാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ ഏതൊക്കെ കോഴ്സാണ് വരുന്നത്, നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്, അതിന്റെ എക്സ്പെൻസ് എത്രയാണ് വരുന്നത്? നമുക്ക് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിൽ നഴ്സിംഗ്, അതുപോലെ തന്നെ ഹോട്ടൽ മാനേജ്മെന്റ്, IT, മെക്കട്രോണിക്സ്, അങ്ങനെ ധാരാളം ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് സയൻസ് പഠിച്ച കുട്ടിക്കും കൊമേഴ്സ് പഠിച്ച കുട്ടിക്കും ഒക്കെ എല്ലാ കുട്ടികൾക്കും നമുക്ക് നഴ്സിംഗ് പഠിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് നഴ്സിംഗ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മാക്സിമം എക്സ്പെൻസ് വരുന്നത് ഒരു 5 lakhന്റെ ഉള്ളിൽ തീർച്ചയായും കുട്ടി ജർമ്മനിയിൽ എത്തിച്ചേരും എന്നുള്ളതാണ്. നമുക്ക് അത്രയും ലോ കോസ്റ്റില് ബ്ലോക്ക് അക്കൗണ്ട് ഒന്നും വേണ്ടാതെ തന്നെ ജർമ്മനിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത്. അപ്പോൾ ഇനി നഴ്സിംഗ് പഠിക്കുന്ന കുട്ടിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഒന്ന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് 60%, അത് കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. ജർമ്മൻ ലാംഗ്വേജ് ഒരു B2 ലെവൽ, ഒരു B2 സർട്ടിഫിക്കറ്റ് 4 മോഡൽ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് നഴ്സിംഗ് പഠിക്കാൻ പറ്റും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് 1 lakhന്റെ അടുത്ത് ഇങ്ങോട്ട് സ്റ്റൈപ്പൻഡ് കിട്ടിയിട്ട് ഫ്രീ ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ഒരു 3 years കഴിഞ്ഞാൽ ഡയറക്റ്റ് പ്ലേസ് ആവുന്ന ഒരു പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം കുട്ടികൾക്ക് പഠിക്കാനും അതുപോലെ തന്നെ അവിടെ സെറ്റിൽ ആവാനും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷനാണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതിന്റെ ഡ്യൂറേഷൻ വരുന്നത്, നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ ഒരു 6 to 8 monthന്റെ അടുത്ത് ലാംഗ്വേജ് പഠിക്കാൻ വരും. അത് കഴിഞ്ഞ് നമുക്ക് ലോയിത്ത് എന്ന് പറയുന്ന എക്സാം എഴുതണം. ഒരു 1 year കൊണ്ട് അല്ലെങ്കിൽ 1.5 year കൊണ്ട് കുട്ടി ജർമ്മനിയിൽ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഹൗസ് ബിൽഡിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമുക്ക് ഈ ലാംഗ്വേജ് എങ്ങനെ പഠിക്കാം എന്ന് ചോദിക്കുമ്പോൾ, നമുക്ക് ലാംഗ്വേജ് ഓൺലൈനിലും ഓഫ്ലൈനിലും പഠിക്കാൻ പറ്റും. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് പഠിക്കാൻ അവസരമുണ്ട് എങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഓഫ്ലൈനിൽ തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കണം. ഏറ്റവും ബെറ്റർ ഓഫ്ലൈൻ പഠിക്കുന്നതാണ്. ഇനി അല്ല എങ്കിൽ നമുക്ക് A1 A2 ഒക്കെ ഓൺലൈനിലും പഠിക്കാനും ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും, ഇനിയിപ്പോൾ മറ്റുള്ള കൺട്രീസിലേക്കാണ് നോക്കുന്നതെങ്കിൽ പോലും BSc നഴ്സിംഗോ ഏത് കോഴ്സ് ആവട്ടെ, UK പോലുള്ള എല്ലാ കൺട്രിയിലേക്കും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ട് എന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ അക്കാദമി കാലിക്കറ്റും അതുപോലെ കണ്ണൂരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റും നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കോൺടാക്ട് ചെയ്യാം.